ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഏത് മീനിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലൊരു കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ചക്കുരുമുളകാണ്. ഇതിന് പകരം നമുക്ക് ഉണക്ക കുരുമുളക് എടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് കുരുമുളക് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 3 എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 വെളുത്തുള്ളി അല്ലി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടി. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 10ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കനലൊക്കെ ഉണ്ടെങ്കിൽ കനലിലിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ കുരുമുളക് അതങ്ങനെ ആ വള്ളിയോട് കൂടി തന്നെ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് കനലിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലൊരു മൺചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ചുട്ടെടുക്കുന്നതാണ്. ഇതിൻ്റെ പുറം ഭാഗത്തിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. ആ ഒരു സമയം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിരിക്കാവുന്നതാണ്. ഒരുപാട് ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട ആവശ്യം നമുക്കില്ല. എല്ലാ സമയത്തും നമ്മളിത് വറുത്ത് കൊടുക്കണം എന്നുള്ള ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് ഇഷ്ടമുള്ള ഏത് മീനിൽ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലൊരു കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. മത്തിയിലേക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അതുപോലെ തന്നെ അയല മീനിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് അങ്ങനെയുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ട മീനിലൊക്കെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലൊരു കറി. ഒരല്പസമയം ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും നേരം കൊണ്ട് തന്നെ ഇതുപോലെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് തന്നെ അതിൻ്റെ പുറഭാഗമൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ. ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഒരല്പം മാത്രം വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നമ്മുടെ മസാല കൂട്ട് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതേ മൺചട്ടിയിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു അല്പം കറിവേപ്പില ചേർക്കുകയാണ്. കൂടെ തന്നെ അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് വെന്ത് കൊടയേണ്ട ആവശ്യമില്ല. തക്കാളി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല പൊടികളൊന്ന് ചേർക്കാനായിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ചിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുകയാണ്. കൂടെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതാ നമ്മുടെ മസാല ചേർത്ത് കൊടുത്ത് വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ മസാല കൂട്ടത്തിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ ഒരു മസാല കൂട്ടും ചേർത്തിട്ട് നല്ലപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം മാത്രം വെള്ളം ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഫ്ലെയിം ഈ സമയത്തൊക്കെ നമുക്കൊന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. മൺചട്ടി ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് ഒന്ന് തിളച്ച് കിട്ടിക്കോളും. ഇപ്പോൾ തന്നെ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. 2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. കല്ലുപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്കിപ്പോൾ എത്രത്തോളം മീൻകറിയിൽ പുളി വേണമോ അതിനനുസരിച്ചിട്ട് നമുക്ക് പുളി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 കുടംപുളി ഒരല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കുടംപുളി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിന് പകരം നമുക്ക് വാളംപുളിയാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം.
അതുപോലെ തന്നെ ഒരേ ഒരു പച്ചമുളകും കൂടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, പകരം കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകൊക്കെയാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് എന്ന് പറയുന്നത് അത്യാവശ്യം എരിവുണ്ടാവും, അതിൻ്റെ പേരിൽ ഒരേ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകും പുളിയും ഒക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്നത് കീരിച്ചാളയെന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മീനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു മീഡിയം സൈസാണ്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗം നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2ആയിട്ട് കട്ട് ചെയ്തിടണമെന്നുള്ളവർക്ക് അങ്ങനെയും കട്ട് ചെയ്തിടാവുന്നതാണ്. ഞാനിപ്പോൾ ആ മുഴുവനെ തന്നെ അതങ്ങ് ഇടുകയാണ്. അതല്ല ഇച്ചിരി നമുക്ക് മത്തിയൊക്കെ ഉണ്ടെങ്കിൽ മത്തി എടുക്കാം, അതുപോലെ തന്നെ ഏത് മീൻ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മീൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ലൈറ്റായിട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. ഉള്ള ഈ ഒരു ഗ്രേവി എല്ലാം ഒന്ന് വറ്റി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടായിരിക്കും കേട്ടോ നമ്മുടെ ഈ മീൻ കറി നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ കറി ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രേവി എല്ലാം വറ്റി നല്ലതുപോലെ തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ മാത്രം നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടിയാണ്. 1-ാം തേങ്ങാപ്പാലാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. കൂടെ തന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി 1-2 ടീസ്പൂൺ അളവിൽ മാത്രം ചേർക്കാം. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഇതെന്തുമാത്രം രുചികരമായിട്ടുള്ളൊരു മീൻ കറിയാണെന്ന് ഞാനിങ്ങനെ എടുത്തു പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും, അതായത് നമുക്ക് ചോറിൻ്റെ കൂടെയാണ് മീൻ കറി ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതല്ലാതെ കപ്പയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയോ നമ്മൾ അതായത് നമ്മുടെ രാവിലത്തെ കാപ്പിയുടെ കൂടെയൊക്കെ എന്തൊക്കെ വെച്ച് നമ്മൾ മീൻ കറികൾ വെച്ച് കഴിക്കാറുള്ള പലരും ഉണ്ട്. അതിൻ്റെ കൂടെയൊക്കെയുള്ള സൂപ്പർ കോമ്പിനേഷനാണ്. ഞാനിങ്ങനെ എടുത്ത് പറയുന്നില്ല. എൻ്റെ ഫേവറേറ്റ് കറികളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു മീൻ കറി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.